ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് അസീം. നമ്മൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 4 കൺസെപ്റ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് 4 കൺസെപ്റ്റ്? 1 എൻറ്റിറ്റി കൺസെപ്റ്റ്, 2 മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, 3 അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, 4 ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. സോ ഈ പറയുന്ന 4 കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ കൺസെപ്റ്റ്. എന്താണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് കാണും. അതായത് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് കാണും, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് കാണും. അല്ലെങ്കിൽ വി ക്യാൻ സേസ് ദാറ്റ് എവരി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്റ്റ്. ഒന്നെന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കാം, ഒന്ന് എന്തായിരിക്കാം, ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കാം. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് വിശദീകരിക്കാം. ഒന്ന്, ഞാനിപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ജസ്റ്റ് ഇമാജിൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഗുഡ്സ് കിട്ടുന്നു. ഐ റിസീവ്ഡ് ഗുഡ്സ് ബട്ട് ഐ ഗീവ് ക്യാഷ്. ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഗുഡ്സ് കിട്ടി, ഞാൻ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഞാൻ സാധനം വിൽക്കുന്നു, അല്ലേ? സാധനം ഞാൻ വിൽക്കുന്നു, എനിക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ഞാൻ എന്ത് കൊടുത്തു? ഗുഡ്സ് കൊടുത്തു. സോ ഏത് ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കാം, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കാം. ഈ റിസീവിങ് ആസ്പെക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റും. ഓക്കെ, നമുക്ക് ആ സ്ലൈഡിലോട്ട് നോക്കാം. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ബേസിക് പ്രിൻസിപ്പിളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു അസറ്റ് ഇസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്. അസറ്റ് എന്ന് പറയുന്നത് ലൈബിലിറ്റിയും പ്ലസ് ക്യാപിറ്റൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഇക്വേഷൻ ആണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെ? ലൈബിലിറ്റിയും ക്യാപിറ്റലും. സോ അസറ്റും ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. 2 പറയുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്റ്റ്. ഏതൊക്കെയാണ്? ദേ ആർ റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, മറ്റൊന്നാണ് ഗിവിങ് ആസ്പെക്റ്റ്. ദ റിസീവിങ് ആസ്പെക്റ്റ് ഈസ് കാൾഡ് ഡെബിറ്റ് ആസ്പെക്റ്റ്. നമുക്ക് എന്ത് വിളിക്കാം? റിസീവിങ് ആസ്പെക്റ്റിനെ നമുക്ക് ഡെബിറ്റ് എന്ന് വിളിക്കാം. ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് കാൾഡ് എന്താണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഗിവിങ് ആസ്പെക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, therefore every debit there is an corresponding credit. എല്ലാ ഡെബിറ്റിനും ഒരു കറസ്പോണ്ടിങ് എന്നുണ്ടായിരിക്കും? ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വിത്ത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് കാൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ഇങ്ങനെ 2 ആസ്പെക്റ്റും കൂടെ ചേർത്തിട്ട് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കും, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും. സംശയം ഉണ്ടാവും, റെന്റ് പെയ്ഡ്, അല്ലെ? റെന്റ് പെയ്ഡ്, എക്സ്പെൻസ് പേ ചെയ്യാണ്. എന്ത് പോയി? ക്യാഷ് പോയി. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? ആ റെന്റായിട്ട് ആ ബിൽഡിംഗ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടി. സാലറി പെയ്ഡ്, ഞാൻ ക്യാഷ് കൊടുക്കുന്നു, പക്ഷെ എനിക്ക് എന്ത് കിട്ടി? അയാളുടെ സർവീസ് ഞാൻ എന്ത് ചെയ്യാണ്? റിസീവ് ചെയ്യാണ്. സോ എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ്, ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റ്, അല്ലെങ്കിൽ ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, ഒന്നെന്താണ്? ഗിവിങ് ആസ്പെക്റ്റ്. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയും. അതായത് ഈ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഏത് അസറ്റും ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസിലല്ല റെക്കോർഡ് ചെയ്യേണ്ടത്. വി ഹാവ് ടു റെക്കോർഡ് ആൻ അസറ്റ് ഇൻ ടു ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺലി ഓൺ ഇറ്റ്സ് പർച്ചേസ് പ്രൈസ്. അപ്പോൾ എന്താണ് പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ 3 തിങ്സ്. 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ പർച്ചേസ് പ്രൈസ്
തീരുമാനിക്കുന്നത്. ഒന്ന്, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ആ അസറ്റ് നമ്മൾ വാങ്ങിയ പ്രൈസ്. രണ്ട്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ആ അസറ്റ് നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നിന്ന് എൻ്റെ ഫാക്ടറിയിൽ എത്തിക്കാൻ എടുത്ത ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. മൂന്ന്, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ, അതായത് ആ അസറ്റ് എൻ്റെ ഫാക്ടറി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള എക്സ്പെൻസ്. ഒരു അസറ്റ് വാങ്ങി എൻ്റെ ഫാക്ടറി കൊണ്ടുവന്ന് അത് ഇൻസ്റ്റോൾ ചെയ്ത് അത് റൺ ചെയ്യുന്ന വരെയുള്ള എല്ലാ കോസ്റ്റും ആ അസറ്റിൻ്റെ പ്രൈസ് ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ ഒരു ഫേർണിച്ചർ വാങ്ങിക്കാൻ പോകുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കടയിൽ ഞാൻ ഫേർണിച്ചർ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് രാമു ആണ് ആ കടയുടെ ഓണർ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ MRP 10,000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. നമ്മൾ ഏതൊരു കടയിൽ പോയാലും അതിൻ്റെ MRP എഴുതി വെക്കാറുണ്ട്. അതേപോലെ ആ ടേബിളിൻ്റെ ടോപ്പിൽ അതിൻ്റെ MRP 10,000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. ഞാൻ രാജുവിനോട് ചോദിച്ചു, എനിക്ക് എത്ര രൂപയ്ക്ക് ആ ടേബിൾ തരും? രാജു സന്തോഷത്തോടെ എനിക്ക് 3,000 റുപ്പീസ് ഡിസ്കൗണ്ട് വന്നു. ദാറ്റ് മീൻസ് ഞാൻ 7,000 റുപ്പീസ് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. 10,000 റുപ്പീസ് മാർക്കറ്റ് പ്രൈസ്, എനിക്ക് കിട്ടിയത് 7,000 റുപ്പീസിനാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, വിച്ച് പ്രൈസ് വിൽ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്? ഇതിൽ ഏത് പ്രൈസ് റെക്കോർഡ് ചെയ്യും? 7,000 റെക്കോർഡ് ചെയ്യോ 10,000 റെക്കോർഡ് ചെയ്യോ? ഓക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കി. 7,000 റെക്കോർഡ് ചെയ്യോ 10,000 റെക്കോർഡ് ചെയ്യോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങളെ മനസ്സിൽ കിട്ടിക്കാണും. വി ഷുഡ് റെക്കോർഡ് ഓൺലി 7,000 ബിക്കോസ് നമ്മൾ പേ ചെയ്ത എമൗണ്ട്, നമ്മൾ ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് ഓൺലി 7,000 ആണ്, 10,000 അല്ല. സോ അക്കോർഡിംഗ് ടു കോസ്റ്റ് കൺസെപ്റ്റ്, ആൻ അസറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ അക്വിസിഷൻ കോസ്റ്റ്. ഏത് അസറ്റ് ആയിക്കോട്ടെ, അത് അക്യൂർ ചെയ്ത കോസ്റ്റ് അല്ലെങ്കിൽ അത് വാങ്ങിയ പ്രൈസ് അതായിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആ അക്യൂർഡ് കോസ്റ്റിനകത്ത് അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും? ഇറ്റ് ഇൻക്ലൂഡ് പർച്ചേസ് പ്രൈസ്, നമ്മൾ വാങ്ങിയ പ്രൈസ്, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. അപ്പം വാങ്ങിയ പ്രൈസ് വരും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയാണ്, ഞാനൊരു OLED TV ബാംഗ്ലൂരിൽ വാങ്ങിച്ചു. എൻ്റെ ബിസിനസ്സിൽ ഡിസ്പ്ലേയിൽ വെക്കാനായിട്ട് ഒരു OLED TV, കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് എൻ്റെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു OLED TV വേണം. ഈ OLED TVയുടെ ഭയങ്കര വിലയാണ്. പക്ഷെ ബാംഗ്ലൂരിൽ എനിക്ക് വളരെ ചീപ്പായിട്ട് ആ TV കിട്ടി. ഒരു TVക്ക് 1,00,000 രൂപയാണ് വില. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഒരു TVക്ക് 1,00,000 രൂപയാണ് വില. നമ്മുടെ നാട്ടിൽ ആ TVക്ക് 1,50,000 ആണെന്ന് വിചാരിക്കാം. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ആ TVക്ക് 1,00,000 രൂപ കിട്ടി. സോ ഞാൻ എന്ത് ചെയ്യാണ്, ബാംഗ്ലൂരിൽ നിന്ന് ആ TV ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെ കൊണ്ടുവരാണ്, എൻ്റെ ഓഫീസിൽ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് ഞാൻ ഒരു 20,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി 1,00,000 റുപ്പീസ് TVക്ക് സ്പെൻഡ് ചെയ്തു, 20,000 റുപ്പീസ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തു. ഒരു 5,000 റുപ്പീസ് ഈ TV ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1,00,000 റുപ്പീസ് TV, 20,000 transportation, 5,000 റുപ്പീസ് ഇൻസ്റ്റോളേഷൻ. അപ്പോൾ സം ടോട്ടൽ 1,25,000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്തു, ചിലവാക്കി. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ TV എത്ര ആയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് 1,25,000 ആയെന്ന് പറയൂ. ബിക്കോസ് അക്കോർഡിംഗ് ടു കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആണ്. വാങ്ങിയ പ്രൈസിൻ്റെ കൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത കോസ്റ്റും അത് ഇൻസ്റ്റാൾ ചെയ്ത കോസ്റ്റും കൂടെ ചേർത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, ദിസ് കോസ്റ്റ് become the basis of all subsequent accounting for the asset. അപ്പോൾ ഇവിടെ എഴുതുന്ന ഈ ഒരു കോസ്റ്റ് ആണ് നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ട് എല്ലായിടത്തും എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. the subsequent increase or decrease in the market value of the asset would not be recorded in the books of account. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ ഞാൻ 7,000 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ഈ ടേബിള് ഇപ്പം ഹെവി ഡിമാൻഡായിട്ട് 40,000 റുപ്പീസിനാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഞാൻ വാങ്ങിച്ചത് 7,000 റുപ്പീസ്, പക്ഷേ ഈ ടേബിൾ ഇപ്പോൾ ഹെവി ഡിമാൻഡായിട്ട് 40,000 രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. പക്ഷേ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ 7,000 നിന്ന് നേരെ കൂട്ടിയെടുത്ത് 40,000 ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതാൻ പറ്റില്ല. എത്രയാണോ ഞാൻ വാങ്ങിയ പ്രൈസ്, ആ പ്രൈസ് മാത്രമേ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ,